കലോത്സവവേദി നടക്കിയ ആ ഭീകര കാഴ്ച മറ്റൊന്നുമായിരുന്നില്ല. മഞ്ചേരി കലോത്സവത്തിൻ്റെ 3ാം വേദിയിൽ അരങ്ങേറിയ ഫാൻസി ഡ്രസ്സിനിടയിലായിരുന്നു. വേദിയിലേക്ക് എത്തിച്ചേരാൻ ആദ്യം തന്നെ കോളേജിൽ നിന്ന് ബസ് പിടിച്ച് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് നേരെ കോഴിക്കോടും അവിടെ നിന്ന് നേരെ മഞ്ചേരിയിലോട്ടും ഒരു യാത്രയായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും റാന്തലിൻ്റെ വേദി നമ്മളെ സ്വാഗതം ചെയ്തു. ആരോഗ്യ സർവകലാശാലയുടെ നോർത്ത് സോൺ കലോത്സവം, 4 ദിവസം നീണ്ടിരുന്ന അതിമനോഹരമായ കലോത്സവം. ദങ്ങനിരുന്ന് തന്നെ ഇതെങ്ങനെയും പിന്നീട് ഈ പരുവത്തിലും എത്തിക്കാൻ ഏറെക്കുറെ 5-5.5 മണിക്കൂർ എടുത്തു. ആദ്യം ടിഷ്യൂ പേപ്പറൊക്കെ മുഖത്തൊട്ടിച്ച് അത് ഉണങ്ങാൻ വെക്കെ ബാക്കിയുള്ള കുട്ടികൾ കളർ മിക്സ് ചെയ്തു. കളർ മിക്സ് ചെയ്യുന്നതിന് തിരക്കിലായിരുന്നു ആദ്യം എല്ലാവരും. പിന്നീട് മിക്സ് ചെയ്ത കളർ മുഴുവൻ എൻ്റെ മുഖത്ത് വാരിപ്പൂശലായിരുന്നു അടുത്ത പരിപാടി. അശ്വന്തും ടർബോയും മാറി മാറി കളർ മുഴുവൻ മുഖത്തേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ലുക്ക് പയ്യെ മാറി തുടങ്ങി. മേക്കപ്പ് പകുതിയിലേക്ക് എത്തിയപ്പോൾ കാണികളുടെയൊക്കെ എക്സ്പ്രഷൻ മാറിത്തുടങ്ങി. ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു തുടങ്ങി. പിന്നെ കുറച്ച് ഓവറായാലല്ലേ എല്ലാവരും ശ്രദ്ധിക്കൂ. അതുകൊണ്ട് തന്നെ ഒരു ഹാങ്ങിങ് ഐബോൾ സൃഷ്ടിക്കാൻ വേണ്ടി ഉള്ള പരാക്രമമാണ് ഇത്. ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്ത് ആ ഐഡിയ അങ്ങ് എക്സിക്യൂട്ട് ചെയ്തു. അവസാനം ഫൈനൽ ലുക്കിലേക്ക് കടക്കും തോറും ഒരു ഭീകരമായ പൊള്ളലിൻ്റെ ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിച്ചു. അടുത്തത് കോശിയുടെ ഊഴമായിരുന്നു. ഒടിഞ്ഞ കൈ, അതായിരുന്നു അവന് കൊടുത്ത ടാസ്ക്. അവനാൽ കഴിയും വിധം അവൻ അതിലൊരു താജ്മഹൽ തന്നെ പണിഞ്ഞു. ഇതാണ് ഫൈനൽ ലുക്ക്. കൈയകത്തേക്ക് മടക്കി കെട്ടി വെച്ചേക്കുമായിരുന്നു കേട്ടോ. പിന്നെ വേദി കയറുന്നതിന് മുമ്പ് അവിടെ ഇരുന്ന മണ്ണും ചെളിയും എല്ലാം ഒറിജിനാലിറ്റിക്ക് വേണ്ടി മീത്ത് പൂശി. പിന്നെ ഞാനെന്ന ഈ പ്രോപ്പർട്ടി എല്ലാവരും കൂടെ സ്റ്റേജിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ഫുഡ് കളർ വായിലുള്ള കാരണം സംസാരിക്കാനൊന്നും പറ്റുമെന്നുണ്ടായിരുന്നില്ല. എൻ്റെ ചിരിക്ക് പിന്നിൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ്. വ്യൂഹ DSCയുടെ ചെയർമാൻ അശ്വന്തിൻ്റെ, ആർട്ട് സെക്രട്ടറി അഞ്ജനയുടെ, ഡോക്ടർ ടർബോ, ഡോക്സി, ശ്രീലക്ഷ്മി, കാവ്യ, രാഹുൽ, ഗൗതം, തീർത്ഥ എന്ന ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒപ്പം ഉണ്ടായിരുന്നു വോളണ്ടിയേഴ്സായിട്ട്. എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വേദിയിൽ അത്ര മനോഹരമായി എനിക്ക് അരങ്ങേറാൻ സാധിച്ചത്. അവിടെ നിന്ന് ചേച്ചി ഒരുപാട് പിക്സൊക്കെ എടുത്തു കേട്ടോ. വളരെ മനോഹരമായ കുറേ റിയലിസ്റ്റിക് പിക്സ്. അടുത്തത് എൻ്റെ പെർഫോമൻസിൻ്റെ ഊഴമായിരുന്നു. അതിനുള്ള ഓഡിയോ സെറ്റ് ചെയ്ത് തന്നത് ഷാദിയാണ്. MVD പോകാനുള്ള തിരക്കിനിടയിലും എത്ര കറക്ഷൻ പറഞ്ഞാലും ഒരു മടിയും കൂടാതെ അവളത് ചെയ്തു തന്നിരുന്നു. പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി പറന്നു വരുമ്പോൾ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന വിമാന അപകടം. ജീവിക്കുമെന്ന പ്രതീക്ഷയിൽ നിസ്സഹായമായി അഭയം തേടുന്ന ഒരു ജീവൻ. മരണമെന്ന യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോഴും മരണത്തോട് മല്ലടിച്ച് ജീവിക്കാൻ കാട്ടുന്ന പരാക്രമങ്ങൾ. അടന്നു വീണ ശരീരഭാഗങ്ങളും പൊട്ടിത്തകർന്ന പ്രതീക്ഷകളും നെഞ്ചോട് ചേർക്കാനല്ലാണ്ട് ഒന്നും ചെയ്യാനാവാതെ ഒരു നിസ്സഹായമായ ജീവൻ ആശ്രയം തേടുകയാണ്. പ്രോഗ്രാം വീഡിയോ എടുക്കാൻ ടർബോനെയാണ് ഏൽപ്പിച്ചത്. കണ്ട് പെർഫോമൻസ് കാണാനുള്ള ആകാംക്ഷയിൽ വീഡിയോ മറന്ന് ആൾ സ്റ്റേജിലേക്ക് ലയിച്ചുപോയി. പിന്നീട് സൈഡ് ഷോട്ടുകളാണ് എടുക്കാൻ സാധിച്ചത്. എന്നാൽ കഴിയും വിധം ഏറ്റവും ബെസ്റ്റ് എന്ന രീതിയിൽ ഞാൻ പെർഫോം ചെയ്തു. ഞാൻ മാത്രമല്ല കേട്ടോ, എന്നോടൊപ്പം മത്സരിച്ച മറ്റ് 20-ലേറെ കണ്ടസ്റ്റൻസും അടിപൊളിയായി പെർഫോം ചെയ്തു. എല്ലാവരും അവരുടെ മാക്സിമം എഫേർട്ട് ഇട്ട് അത്ര അടിപൊളിയായിട്ടാണ് ഓരോരുത്തരും പെർഫോം ചെയ്തത്. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഏതാനും നിമിഷങ്ങൾ. ഇതായിരുന്നു എൻ്റെ ഇവൻ്റ്. ഇവൻ്റൊക്കെ കഴിഞ്ഞ്
മേക്കപ്പും റിമൂവ് ചെയ്ത് മഞ്ചേരിയുടെ മണ്ണിനോട് വിട പറഞ്ഞ് ഒരു ഫോട്ടോയും എടുത്ത് ഞങ്ങൾ അവിടുന്ന് സ്ഥലം വിട്ടു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.